രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മിന്നും പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ ജന്മനാടിന് ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് തളങ്കരയിലെ ക്രിക്കറ്റ് ക്ലബ്ബ് DCCയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി. ചരിത്രം തിരുത്തി കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയപ്പോൾ നിർണായകമായ പോരാട്ടം നടത്തി ടീമിന് കരുത്തായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മുഹമ്മദ് അസ്ഹറുദ്ദീന് ആവേശകരമായ സ്വീകരണമാണ് നാട് നൽകിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ അസ്ഹറുദ്ദീനെ തളങ്കരയിലേക്ക് സ്വീകരിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അസ്ഹറുദ്ദീന് നാടിൻ്റെ സ്നേഹാദരം കൈമാറി. കേരളത്തിൻ്റെ അഭിമാന നേട്ടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അസ്ഹറുദ്ദീൻ പറഞ്ഞു. ഒരുപാട് സന്തോഷമുള്ളൊരു സീസണായിരുന്നു. കപ്പ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ലേണിങ്സ് ഉണ്ടായ ഒരു സീസണും കൂടിയായിരുന്നു. ആദ്യം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അതിൻ്റെ ഭാരവാഹികൾ നമ്മൾ ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അവരുടെ എഫേർട്ട് തീർച്ചയായും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഫൈനലിൽ എത്തുക എന്നുള്ളത് അതൊരു വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പം ആദ്യം നമ്മളത് ചെയ്ത് ഇനി തീർച്ചയായും വരും കാലങ്ങളിൽ തീർച്ചയായും കപ്പ് കേരളത്തിലോട്ട് വരിക തന്നെ ചെയ്യും. കേരളത്തിലെ വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും പുതിയ താരങ്ങൾ ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അസ്ഹറുദ്ദീൻ പറഞ്ഞു. വ്യക്തിഗത പ്രകടനങ്ങൾക്കുപരി ടീമിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും അസ്ഹറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ഇൻഡിവിജ്വൽ പെർഫോമൻസിന് കേരളത്തിന് വലിയ പഞ്ഞമില്ല. എല്ലാവരും ഓരോരോ വർഷങ്ങളായി ഓരോരോ സീസണിൽ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആസ് എ ടീം നോക്കുന്ന സമയത്ത് നമുക്ക് കപ്പ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടമാണ് പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും കപ്പിൻ്റെ എണ്ണം കൂടുമ്പം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എണ്ണവും കേരളത്തിൽ കൂടും എന്നുള്ളതാണ്. ക്രിക്കറ്റ് കളിക്കുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പം കേരളത്തിൽ കപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ, കേരളത്തിലോട്ട് വരുന്ന കപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എണ്ണവും കൂടും എന്നുള്ളതാണ്. നാട്ടുകാരുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കൈരളി ന്യൂസ്, കാസർഗോഡ്.